പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ SSLC +2 ഇനി മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ 2024 ഒക്ടോബർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും തുടർന്ന് 2025 എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ, അവിടുന്ന് അങ്ങോട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ പ്രോസ്പെക്റ്റിൽ വന്ന പുതിയ ഒരു നിയമമാണ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് വൊക്കേഷണൽ ആൻഡ് അക്കാദമിക് സബ്ജക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ഏപ്രിൽ വരെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തപരമായ ഒരു നിയമാവലിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതായത് 10ാം ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ 229, അതേപോലെ തന്നെ എന്റർപ്രണർഷിപ്പ് കോഡ് നമ്പർ 249. ഇതാണ് 10ാം ക്ലാസ്സിൽ പറയുന്ന രണ്ട് പേപ്പറുകൾ. ഈ രണ്ട് പേപ്പറുകൾ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് വേറൊരു വൊക്കേഷണൽ വിഷയങ്ങൾ കൊടുത്താൽ അത് സബ്ജക്റ്റായി പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. ഒരു ഉദാഹരണം എടുത്താൽ 5 വിഷയമാണ് ഇപ്പൊ നമുക്ക് പാസ്സാവേണ്ടത്. 5 വിഷയം നമുക്ക് പല രീതിയിൽ പല വിദ്യാർത്ഥികളും എടുക്കാറുണ്ട്. ഈ 5 വിഷയം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് കമ്പൽസറി ആണെന്നുള്ളതാണ്. സെക്കൻഡ് ലാംഗ്വേജും കൂടി ഉണ്ടെങ്കിൽ PSC അപ്രൂവ്ഡ് ആണ് എന്നുള്ളതാണ്. മലയാളം, അറബിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം, ഇംഗ്ലീഷും മലയാളം കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ്. മലയാളം പറ്റാത്തവർക്ക് അറബിയോ ഹിന്ദിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാം. പിന്നെ 3 വിഷയമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ കൊടുക്കുന്ന വിഷയങ്ങളൊക്കെ എക്സ്ട്രാ സബ്ജക്റ്റ് ആണ്. 6ാമത് കൊടുക്കുന്നതും 7ാമത് കൊടുക്കുന്നതും മാക്സിമം 7 സബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ 5 സബ്ജക്റ്റ് ആണ് നമുക്ക് കമ്പൽസറി. 5 സബ്ജക്റ്റ് കറക്റ്റായി കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ സബ്ജക്റ്റ് ലിസ്റ്റ് ഡാറ്റ എൻട്രി അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് ഉണ്ടെങ്കിൽ ആ 5 പേപ്പറിൽ വേറൊരു വൊക്കേഷണൽ വിഷയം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഡാറ്റ എൻട്രി 5 പേപ്പറിൽ ഒരു വിദ്യാർത്ഥി കൊടുത്തു, അതിന് പുറമെ ബേസിക് കമ്പ്യൂട്ടിംഗ് കൊടുത്തു. അപ്പൊ ഡാറ്റ എൻട്രിയും ബേസിക് കമ്പ്യൂട്ടിംഗ് അടക്കം 5 പേപ്പറാണ്. അല്ലെങ്കിൽ വേറെയും വൊക്കേഷണൽ വിഷയങ്ങളുണ്ട്, ബ്യൂട്ടീഷ്യനും അങ്ങനെ ഒരുപാട് വൊക്കേഷണൽ വിഷയങ്ങൾ 10ാം ക്ലാസ്സിന്റെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇത് കാണാൻ പറ്റും. ടൈലറിങ്, ഇങ്ങനെയൊക്കെ വൊക്കേഷണൽ വിഷയമുണ്ട്. പക്ഷെ ഡാറ്റ എൻട്രി ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പേപ്പറോ കൊടുത്ത ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു വൊക്കേഷണൽ വിഷയം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് തിരിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു വിഷയം കൊടുത്ത ഒരു വിദ്യാർത്ഥിക്ക് ഡാറ്റ എൻട്രി കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ടൈലറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊടുത്ത വിദ്യാർത്ഥിക്ക് ഡാറ്റ എൻട്രി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് വൊക്കേഷണൽ ലിസ്റ്റ് പോലെ പരിഗണിക്കുന്ന വിഷയമായതുകൊണ്ടാണ് മറ്റൊരു വൊക്കേഷണൽ വിഷയം കൊടുക്കാൻ പറ്റാത്തത്. പിന്നെ കൊടുക്കാം, ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ഡാറ്റ എൻട്രിയും ബേസിക് കമ്പ്യൂട്ടിംഗ് കൂടി കൂട്ടി പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. രണ്ടും ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് എടുക്കാം. ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ഡാറ്റ എൻട്രി, ബേസിക് കമ്പ്യൂട്ടിംഗ്, 4 പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു 2 സബ്ജക്റ്റും കൊടുക്കാം. അപ്പൊ 6 വിഷയം പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 6 5 വിഷയം പാസ്സായാൽ മതി. 6 പാസ്സാകാം, അല്ലെങ്കിൽ 5 വിഷയം. ആ 5 വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 5 വിഷയത്തിൽ 5 വിഷയം മാത്രമാണ് നിങ്ങൾ പാസ്സാകുന്നതെങ്കിൽ അതിൽ ഡാറ്റ എൻട്രിയും ബേസിക് കമ്പ്യൂട്ടിംഗ് കൂടി പാസ്സാകാൻ പാടില്ല എന്നതാണ്. രണ്ടും പാടെ 5 മാത്രം പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ഡാറ്റ എൻട്രിയും ബേസിക് കമ്പ്യൂട്ടിംഗ്, അല്ലെങ്കിൽ ഡാറ്റ എൻട്രിയും ടൈലറിംഗ്, ഡാറ്റ എൻട്രിയും ബ്യൂട്ടീഷ്യൻ, ഇങ്ങനെ 2 സബ്ജക്റ്റ് ആയിട്ട് പാസ്സാകാൻ പാടില്ല എന്നതാണ്. അങ്ങനെ 2 സബ്ജക്റ്റും കൂടി പാസ്സായാൽ അത് 2 പരിഗണിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്. ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അങ്ങനെ 2 സബ്ജക്റ്റ് കൊടുക്കാതിരിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ഉത്തമം. ഡാറ്റ എൻട്രി കൊടുത്താൽ ബേസിക് കമ്പ്യൂട്ടിംഗ് കൊടുക്കണ്ട, ബേസിക് കമ്പ്യൂട്ടിംഗ് കൊടുത്താൽ ഡാറ്റ എൻട്രി കൊടുക്കണ്ട, അല്ലെങ്കിൽ ടൈലറിംഗ് കൊടുക്കുക, ഡാറ്റ എൻട്രി കൊടുത്താൽ ടൈലറിംഗ് കൊടുക്കണ്ട, ടൈലറിംഗ് കൊടുത്താൽ ഡാറ്റ എൻട്രി കൊടുക്കണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാം. രജിസ്ട്രേഷൻ നിങ്ങൾ 5 6 ചെയ്തോളൂ. ഇങ്ങനെയുള്ള 2 വിഷയം ഒരുമിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഇതേ മാനദണ്ഡമാണ് +2 സീനിയർ സെക്കൻഡറി. ഓക്കെ, ഇനി മുതൽ 2025 ഏപ്രിലും
ഒക്ടോബറിലൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. ഇത് ഈ നിയമാവലി അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ സബ്ജക്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നതാണ്. എക്സ്ട്രാ സബ്ജക്റ്റ് എക്സാം ഫീസ് അടക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 336 ഡാറ്റ എൻട്രി കൊടുത്ത ഒരു വിദ്യാർത്ഥിക്ക് 632 ഡാറ്റ എൻട്രി കൊടുത്താൽ അത് രണ്ട് വിഷയം പരിഗണിക്കാൻ പ്രയാസമാണ്. അതേപോലെ തന്നെ എയർലി ചൈൽഡ്ഹുഡ് ആൻഡ് ഇത് കൊടുത്ത ഒരു വിദ്യാർത്ഥിക്ക് വേറൊരു വൊക്കേഷൻ, എയർലി ചൈൽഡ്ഹുഡ് കൊടുത്ത ഒരു വിദ്യാർത്ഥിക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 632 അല്ലെങ്കിൽ വേറെ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷനോ ഇങ്ങനെയുള്ള വേറെ ഏത് വൊക്കേഷണൽ വിഷയങ്ങൾ ഒരുപാടുണ്ടല്ലോ, അതിലൊന്നും കൊടുക്കാൻ കഴിയില്ല. ടൂറിസം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് അപ്പൊ ഈ വിഷയങ്ങൾ 4 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 336, 376 എയർലി ചൈൽഡ്ഹുഡ്, ടൂറിസം 337, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗം 373. ഈ 4 വിഷയങ്ങൾ നിങ്ങൾ ഇതിലേതെങ്കിലും വിഷയം നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വേറൊരു വൊക്കേഷണൽ വിഷയങ്ങൾ നിങ്ങൾക്ക് 5-1 ആയിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 6ാമത് വേണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ 5 വിഷയത്തിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ 5 വിഷയം രജിസ്റ്റർ വിദ്യാർത്ഥിയാണെങ്കിൽ ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് സെക്കൻഡ് ലാംഗ്വേജ് കൊടുക്കണം, PSC അപ്രൂവ്ഡ് ആണ്. പിന്നെ ഡാറ്റ എൻട്രി അഥവാ കൊടുത്തു എന്ന് വിചാരിക്കുക. ഡാറ്റ എൻട്രി കൊടുത്താൽ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി 336 ഡാറ്റ എൻട്രിയും 632 പാടെ കൊടുക്കരുത്. അതേപോലെ 336 ഡാറ്റ എൻട്രിയും 631 കമ്പ്യൂട്ടറും പാടെ കൊടുക്കരുത്. കാരണം 2 വൊക്കേഷനായി പരിഗണിക്കുന്നതുകൊണ്ട് ഒന്നായിട്ട് പരിഗണിക്കുള്ളൂ. ഓക്കെ. അതുപോലെ ടൂറിസം കൊടുക്കുന്നവർ കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. ഓൾറെഡി ഇത് ശ്രദ്ധിച്ച ആളുകൾ പലരും ഉണ്ടാവും, ശ്രദ്ധിക്കാത്തവർ ഇനി മുതൽ അത് എന്ത് ചെയ്യും, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അറിയാം. പിന്നെ ഇപ്പൊ 2024 ഒക്ടോബറിൽ പരീക്ഷ എഴുതി റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ 5 വിഷയത്തിന് നേരെ P ഉണ്ട്, 5 വിഷയത്തിനും നേരെ P ഉണ്ട്. നിങ്ങളുടെ ആ റിസൾട്ട് പ്രിന്റിന്റെ താഴെ സ്റ്റാറ്റസ് എന്ന് കാണും. ആ സ്റ്റാറ്റസിന്റെ നേരെ ഇൻഡു മാർക്ക് ഉണ്ടാവും, അതേപോലെ തന്നെ പാസ് ഉണ്ടാവും. ഇങ്ങനെയാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഇൻഡു മാർക്ക് ആയിരിക്കും പാസ് ആണെങ്കിൽ മാത്രമേ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അയാൾ ഒറിജിനൽ ആയിട്ട് അയാൾ പാസ്സായിട്ട് കണക്കാക്കുള്ളൂ. 5 വിഷയത്തിന് നേരെ P ഉണ്ടായിട്ട് കാര്യമില്ല. സ്റ്റാറ്റസ് ഇൻഡു മാർക്ക് ആണെങ്കിൽ അയാൾ ഫെയിലാണ്. അത് പലരും ഒരു സംശയം വെക്കുന്നത്, ഞാൻ 5 വിഷയത്തിൽ P ഉണ്ടല്ലോ, പക്ഷെ എൻ്റെ സ്റ്റാറ്റസ് എന്താണ് ഇൻഡു മാർക്കാണല്ലോ, ഞാൻ പാസ്സായിട്ട് ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടൂല. ആ ഒരു വിദ്യാർത്ഥി എത്രയും പെട്ടെന്ന് ഇപ്പോൾ സേ പരീക്ഷയുടെ ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി തോറ്റ വിദ്യാർത്ഥികളുടെ സേ പരീക്ഷയുടെ ലിങ്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സേ പരീക്ഷ എഴുതാം. ഓൾറെഡി നിങ്ങൾ 6 സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 6ാമത്തെ സബ്ജക്റ്റ് ഏതാണോ അത് പരീക്ഷ ഫീസ് അടച്ച് എഴുതാം. ഇനി ഓൾറെഡി 5 വിഷയമാണെങ്കിൽ ഒരു സബ്ജക്റ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സാം ഫീസും നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അടച്ച് ഈ മാർച്ചിൽ എക്സാം എഴുതാം, അല്ലെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ചിൽ ഓൺ ഡിമാൻഡ് എഴുതാം എന്നതാണ്. അത് ഈ ഒക്ടോബറിൽ റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. റിസൾട്ടിൻ്റെ അടിയിൽ ഇൻഡു ആണോ പാസ്സാണോ ഉറപ്പിക്കണം. ഇൻഡു ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വിഷയം കൂടി അവിടെ എഴുതി പാസ്സാവേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് SSLCക്കും +2നും ഈ നിയമാവലിയാണ്. ഇനി 2025 ഏപ്രിലിലേക്ക് 2025 ഒക്ടോബർക്കൊക്കെ അഡ്മിഷൻ എടുത്തവരുണ്ടാവും. അവരും എന്ത് ചെയ്യണം, ഈ നിയമങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് എക്സ്ട്രാ 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് അതിൽ എന്തുണ്ടാവും, ഡാറ്റ എൻട്രിയും കമ്പ്യൂട്ടറൊക്കെ വന്നാലും പ്രശ്നമല്ല. കറക്റ്റ് 5 എടുത്തവർ എന്ത് ചെയ്യണം, 6ാമതൊരു സബ്ജക്റ്റും കൂടി ആഡ് ചെയ്ത് നമുക്ക് എക്സാമിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഏപ്രിൽ പരീക്ഷ എഴുതുന്നവർക്ക് അസൈൻമെന്റ് 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. ആ 31-ാം തീയതി ഉള്ളിൽ തന്നെ സബ്ജക്റ്റ് ആഡ് ചെയ്ത് എക്സ്ട്രാ ഇത് കൊടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളവർക്ക് മാത്രമേ 6ാമത് ആഡ് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ നോർമലായിട്ടുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ് അവർക്കുള്ളവർക്ക് പിന്നെ ഈ വൊക്കേഷണൽ വിഷയങ്ങളുടെ നിയമാവലി വരുന്നില്ലല്ലോ. അല്ലാതെ ഇങ്ങനെയുള്ള വൊക്കേഷണൽ വിഷയങ്ങൾ 2 കൊടുത്തവർ 5 കറക്റ്റ് 5 പേപ്പർ ആണെങ്കിൽ 6ാമത് ഒന്ന് ആഡ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് കോൾ ചെയ്യാതെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും തുടർന്നുള്ള എല്ലാ ഡൗട്ട്സുകളും നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.